ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽഡ് പൈനാപ്പിളാണ്. കണ്ടില്ലേ, ഇതാണ് സാധനം, ഗ്രിൽഡ് പൈനാപ്പിൾ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൈനാപ്പിൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, കുറച്ച് വലിയ ക്യൂബ്സ് വേണം, കാരണം നമ്മളത് ഹോള് ചെയ്യുമ്പോൾ അത് മുറിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ മുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തതാണിത്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അത് ഇതിനകത്ത് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരുപാട് വേണ്ട, കുറച്ച് മതി, ചെറുതായിട്ട് എല്ലാ കഷ്ണത്തിലും എല്ലാ സൈഡിലും 6 സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനകത്ത് നമ്മൾ മുക്കി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പറ്റും, അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് തേച്ചാൽ മതി. കണ്ടില്ലേ, ഇങ്ങനെ എല്ലായിടത്തും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ കഷ്ണത്തിലും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. 12 ക്യൂബ്സാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതുപോലെ ഒരു കമ്പി വെച്ച് ഇങ്ങനെ ഇതുപോലെ ഹോൾ ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് കയറ്റുക. ഞാൻ അതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ദോശ തവയുണ്ടല്ലോ, അതിൽ ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ചൂടാവുമ്പോൾ നമ്മൾ ഇത് ഗ്രിൽ ചെയ്യാൻ വയ്ക്കുക. കണ്ടില്ലേ, എളുപ്പമല്ലേ? ഇതുപോലെ നമുക്ക് പനീർ, മറ്റ് വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. കണ്ടോ? ഇനി ഇത് 4 സൈഡും തിരിച്ച് നമ്മൾ കൊടുക്കണം. ഇതുപോലെ തിരിച്ച് വെക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് പൈനാപ്പിൾ റെഡി. സിമ്പിളല്ലേ? നിങ്ങൾ ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക. നാളെ വേറൊരു വിഭവമായിട്ട് കാണാം. ബൈ ബൈ.